2025 ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ കന്നി രാശിയിലും ബുധൻ കർക്കടകം രാശിയിലുമാണ് ആഗസ്റ്റ് 30 വരെ. ആഗസ്റ്റ് 30-ന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആഗസ്റ്റ് 10-ന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ്. ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ. മാസത്തിൻ്റെ ആദ്യ സമയത്ത് 20-ന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 13-ന് അത് പുണർദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം, കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും, തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി ഭാഗവും ഗുണം കൂടുതൽ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ അല്പം വെല്ലുവിളികളൊക്കെ നേരിട്ടേക്കാം. ആലോചിച്ചൊക്കെ വേണം എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. എന്ത് കാര്യത്തിനും ഒരു തിടുക്കപ്പെട്ട് ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾക്കൊക്കെ മുതിരുന്നവരാണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളുമൊക്കെ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. വായ്പയൊക്കെ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിറവേറ്റാനിരിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായ ആവശ്യങ്ങൾക്ക് ആയിരിക്കണം എന്ന് ഉറപ്പാക്കണം. അക്കാര്യത്തിൽ യാതൊരുവിധ വ്യതിചലനവും പാടില്ല. ഭൂമി സംബന്ധമായിട്ട് ചിലവുകളൊക്കെ അല്പം കൂടുന്ന ഒരു സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരുന്നവരാണെങ്കിൽ ഓഗസ്റ്റ് മാസം അവർക്ക് തൊഴിൽ സാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ്. ബന്ധങ്ങളൊക്കെ വളരെയധികം ദൃഢമാകുന്നതാണ്. എന്ത് കാര്യത്തിലും സുഹൃത്തുക്കളുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് വളരെയധികം ശക്തി ഒക്കെ പകരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ആലോചിച്ച് വേണം എന്ത് കാര്യങ്ങളിലും തീരുമാനമൊക്കെ എടുക്കാൻ. കൂടിച്ചേരലുകളൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ വളരെയധികം സന്തോഷമൊക്കെ നൽകുന്നതും ആയിരിക്കും. ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ ശനിയാഴ്ച തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ തൊട്ടടുത്ത ദേവീ ക്ഷേത്ര ദർശനം ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.